ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യൽ കറികളോ സ്പെഷ്യൽ ഫുഡൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വാട്ട ഈറ്റിന് ഡേ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താകുമോ എന്തോ. വേറൊന്നുമല്ല, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോൾ അതിന് മുമ്പ് അതിന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ വാങ്ങിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവും. ഞങ്ങൾക്കും ഇഷ്ടമാണ്, നമ്മുടെ ഗസ്റ്റിന് അതിനേക്കാളേറെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല അത്യാവശ്യം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗസ്റ്റ് എന്ന് പറഞ്ഞത് ആരെന്ന് വരെ പറഞ്ഞില്ല. വേറെ ആരുമല്ല, എൻ്റെ ചേച്ചിയും മക്കളുമാണ്. അപ്പോൾ പിള്ളേരിങ്ങനെ കളറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ അവർക്ക് വാങ്ങിയ എടുത്ത് പറയാം, അവർക്ക് വാങ്ങിയ ബിങ്കോയിൽ നിന്നും ഒരു കഷ്ണം ഊതി ഉറപ്പിച്ചിരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ അകത്ത് 3 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഒരു കഷ്ണം ഞാനും കഴിച്ചു. എന്നിട്ട് ഇവരോട് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉച്ചയായി. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇതിനോടൊപ്പം അച്ചാറും സാലഡൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. എന്തിനാണ് വെറുതെ അനാവശ്യ ബാധ്യതകൾ. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞാൻ ഈ അച്ചാറും സാലഡൊന്നും എടുക്കാറില്ല പൊതുവിൽ. എനിക്കിങ്ങനെ ചിക്കൻ കറി, ചോറ്, പപ്പടം, ഇതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ. അങ്ങനെ മിക്കവാറും എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ എനിക്ക് സാലഡും അച്ചാറും അത്ര താല്പര്യമില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പരാതി. ഇവർക്ക് ഓണ സമയത്ത് ഉണ്ണിയപ്പം കിട്ടിയില്ല. നമ്മൾ ഓണത്തിന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയായെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി. അപ്പോൾ നമ്മൾ ഈ പരാതികളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ വൈകിട്ട് നമ്മളെന്ന് പറയുമ്പോൾ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി. നമ്മളെല്ലാവരും ചാടപ്പം ഉണ്ണിയപ്പം കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു സാധനം പിള്ളേർക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതുവരെ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും ശകലം കഴിച്ചു നോക്കി. അപ്പോൾ ഇതും കൂടെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ നിർത്തി. പിന്നെ ഞാൻ കയറി കിടന്നു കേട്ടോ. ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ ഹെവിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ ഹെവിയാണ്. പിന്നെ രാത്രിയിലായിട്ട് ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത ഇത്രയൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ വാട്ട ഈറ്റിനിടയിൽ. ഒരുപാട് കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല ഇനി ചെയ്താൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.